നമ്മൾ വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? അവിടെ അവസാനത്തെ വചനം പറയുന്നത് എങ്ങനെയാണ്? ചിലവർ 30 മേനി, ചിലവർ 60 മേനി, ചിലവർ 100 മേനി വിളവ് പുറപ്പെടുവിച്ചു. 100 എന്ന് പറയുമ്പോൾ നമ്മളുടെ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 100% എന്ന് പറഞ്ഞാൽ 100%, അതിലപ്പുറമില്ല. അങ്ങനെ 100 മേനി വിളവ് പുറപ്പെടുവിച്ച വ്യക്തികൾ ഇവിടെ ആരൊക്കെയുണ്ട്? ആരുമില്ല, ഞാനുമില്ല. അപ്പോൾ ഈ വചനം സഹോദര സഹോദരി നമ്മൾ പല പ്രാവശ്യം കേട്ടതാണെങ്കിലും നമ്മൾ ഒരിക്കൽ കൂടി ആവർത്തിച്ച് കേൾക്കണം. കാരണം നമ്മളുടെ എല്ലാവരും ദൈവം നമ്മളിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നത് 30 മേനിയിൽ നിൽക്കാനല്ല, 60 മേനിയിൽ നിൽക്കാനല്ല, ആ 100 മേനിയിലേക്ക് തന്നെ പ്രവേശിക്കുവാനാണ്. കാരണം അപ്പോൾ മാത്രമേ ദൈവത്തിന് നമുക്ക് പൂർണ്ണമായ ആ 100 മേനി മഹത്വം കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഐ വിത്ത് മീ? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഒന്നെങ്കിൽ വിത്ത് ഫലം പുറപ്പെടുവിച്ചേയില്ല, അല്ലെങ്കിൽ 30 പുറപ്പെടുവിച്ചുള്ളൂ. 100-ന് കഴിവുണ്ടായിരുന്നപ്പോൾ 30 ഉണ്ടായിരുന്നുള്ളൂ, 100-ന് കഴിവുണ്ടായിരുന്നപ്പോൾ 60 ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദൈവം ആഗ്രഹിച്ചനുസരിച്ച് പോലും പുറപ്പെടുവിച്ചില്ല, അല്ലെങ്കിൽ ഒട്ടും പുറപ്പെടുവിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കണം. നമ്മളുടെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ ഒരിക്കലും കുറയ്ക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ ആ അനുഗ്രഹം നമ്മളിൽ ഫലമായിട്ട് മറ്റുള്ളവർ കാണുമ്പോൾ അവർ ശരിയായ യഥാർത്ഥത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. അല്ലേ? നമ്മൾ കാണുന്നത് ആരെയാണ് കാണുന്നത്? ദൈവത്തിൻ്റെ മഹത്വമാണ്. അതുകൊണ്ടാണ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം പറയുന്നത് വചനം മാംസമായി ഇല്ലേ നമ്മുടെ മധ്യേ വസിച്ചു. ആ വസിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ മഹത്വം കണ്ടു. ആൻഡ് ദേ ബിഹെൽഡ് ദ ഗ്ലോറി ഓഫ് ദ വേൾഡ്, ദ ഗ്ലോറി ഓഫ് ദി ഓൺലി ബിഗോട്ടൻ ഓഫ് ദ ഫാദർ. അപ്പോൾ നമ്മളിൽ എന്നും വചനം വസിക്കുന്നു, വചനം ഫലം പുറപ്പെടുവിക്കുമ്പോൾ അതിന് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ദൈവത്തിൻ്റെ മഹത്വമാണ് വെളിപ്പെടുന്നത്. ഐ വിത്ത് മീ? അപ്പോൾ നമ്മൾ 100% മഹത്വം വെളിപ്പെടുത്തുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് അത് നമുക്ക് അതികിടന്ന് 100 മേനിയിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ വചനത്തോടെ പോവുകയാണെങ്കിൽ തന്നെ അവിടെ വചനം പറയുന്നുണ്ട് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഫലം പുറപ്പെടുവിക്കാതെ നമ്മളെ ഇരുത്തുന്നത്. അതും യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തിൽ വളരെയധികം ഉപമകൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ? ദ ലോർഡ് ഹാസ് സ്പോക്കൺ മെനി പാരബിൾസ്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു പാരബിൾസിനെ കുറിച്ച് അല്ലെങ്കിൽ ഉപമയെക്കുറിച്ച് ഒരു റാങ്കിങ് എടുക്കുകയാണെങ്കിൽ യേശുക്രിസ്തു പറയുന്നത് വിതക്കാരൻ്റെ ഉപമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപമ. കാരണം ആ ഉപമ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റു ഉപമകളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലും ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിതക്കാരൻ്റെ ഉപമയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപമ. നമുക്കൊരു വചനത്തിലേക്ക് പോകാം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം ഒന്ന് വായിക്കാവോ? അപ്പോൾ അവിടെ പറയുകയാണ് ഉപമകളെ കുറിച്ച്. അവൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? ഹല്ലേലൂയ. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം തുടങ്ങുന്നത് വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ്. അവിടെ യേശുക്രിസ്തു ആദ്യം കുറച്ച് വിതക്കാരൻ്റെ ഉപമയിലെ കുറച്ച് ഒരു 50% കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ശിഷ്യന്മാർ യേശുവോട് ചോദിക്കുന്നത് കൊണ്ട് യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലേ? കാരണം ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു ഉപമകളൊന്നും മനസ്സിലാകുകയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഉപമ യേശുക്രിസ്തു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ദൈവം നമ്മളോട് സംസാരിക്കുന്നതിനാണ്, ഫലം പുറപ്പെടുവിക്കാനാണ് അല്ലേ? വെറുതെ സമയമില്ലാഞ്ഞിട്ട് നമ്മളോട് വെറുതെ സംസാരിക്കുന്ന അല്ലെ, വെറുതെ എന്നാ പറയുന്നത് ജസ്റ്റ് ഗോസിപ്പിംഗ് അല്ല. യേശുക്രിസ്തു സംസാരിക്കുന്ന ഓരോ വചനവും ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 63-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ എന്താണ്? അത് ആത്മാവും അത് ജീവനുമാണ്. അപ്പോൾ യേശുക്രിസ്തു നമ്മളോട് സംസാരിക്കുന്ന ഓരോ വചനവും അത് നമ്മൾക്ക് ആത്മാവ് തരാൻ പറ്റുന്നതാണ്, നമ്മൾക്ക് ജീവൻ തരാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 4-ാമത്തെ വചനത്തിലേക്ക് പോകാം. അവിടെ ഒരു തരത്തിലുള്ള ഒരു മനുഷ്യരെ എന്ന് പറഞ്ഞാൽ വിളിക്കാം. അല്ലാതെ ഈ വഴിയരിക്, പാറപ്പുറം, മുള്ള് എന്നൊക്കെ പറയുന്നത് ആ സ്ഥലങ്ങളെക്കാൾ കൂടുതൽ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ അങ്ങനത്തെ മനുഷ്യരെന്നാ പറയുന്നത്. വായിക്കോ? വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ
വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു. മതി. അപ്പോൾ അവിടെ വിതച്ചപ്പോൾ കുറെ വിത്തുകൾ വഴിയരികിൽ വീണു. തീർച്ചയായിട്ടും അത് ഫലമൊന്നും പുറപ്പെടുവിച്ചില്ല. അത് ഫലം പുറപ്പെടുവിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് 19-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് മനസ്സിലാക്കാതിരിക്കുന്നവനിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. അപ്പം വഴിയരികിൽ വീണ വിത്ത് എന്ന് പറയുന്നത് എന്താണ്? ദൈവം ആ വചനങ്ങൾ സംസാരിച്ചു. ഇന്ന് ചിലപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ് ചില വചനങ്ങൾ. ആ വചനങ്ങൾ ഗ്രഹിക്കാൻ പറ്റാത്ത വ്യക്തികളിലാണ് വഴിയരികിൽ വീണ വിത്തുകളെയായിട്ട് താരതമ്യപ്പെടുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്മൾ മനസ്സിലാക്കണം, ഒരു വ്യക്തിയും അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനും നെല്ല് വിതയ്ക്കുകയാണെങ്കിൽ അത് വഴിയരികിൽ കൊണ്ടേ വിതയ്ക്കുകയില്ല. അവൻ എവിടെ വിതയ്ക്കും? അത് പാടത്ത് മാത്രമേ ഉഴുത് വെള്ളമൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് ഒരുക്കിയ ഒരു സ്ഥലത്തേക്ക് ഇടുകയുള്ളൂ. പക്ഷേ അങ്ങനെ ആ സ്ഥലത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ഫലം പുറപ്പെടുവിക്കാത്തത് കൊണ്ട് അത് വഴിയരികിൽ എറിഞ്ഞതുപോലെയാണ് എന്നാണ് വചനം പറയുന്നത്. അല്ലാതെ ഒരു സുബോധമുള്ള ഒരു 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 എന്നാ പറയുന്നത് ഒരു കൃഷിക്കാരനും വെറുതെ കൊണ്ട് വിത്ത് എറിഞ്ഞു കളയുകയില്ല. ആർ യു വിത്ത് മീ? അപ്പോൾ വഴിയരികിൽ വീണത് എന്ന് പോലെ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ വചനങ്ങൾ കേൾക്കുകയും അത് മനസ്സിലാക്കാൻ പറ്റാത്ത വ്യക്തികളാണ് വഴിയരികിൽ വീണു പോയ വിത്തുകളെ പോലെ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് സംഭവിക്കുവാൻ കാരണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വഴിയരികിൽ പോയ കാരണം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ പല വ്യക്തികളും, നമുക്കറിയാം ഇവിടെ ഇപ്പോൾ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ, പക്ഷെ പല വേദികളിലും ആയിരക്കണക്കിന് ആൾക്കാർ ദൈവത്തിൻ്റെ ജീവൻ്റെ വചനങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് യഥാർത്ഥത്തിൽ അത് സ്വീകരിച്ച് അത് ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികൾ എത്ര പേര് ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരേ ഉള്ളൂ. കാരണം പല വ്യക്തികളും അവിടെ കേൾക്കുന്ന വചനങ്ങൾ അവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. Are you with me? ഹല്ലേലൂയ. അതിൻ്റെ കാരണം സങ്കീർത്തനം 14-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം പറയുന്നുണ്ട്. The Lord looks down from heaven upon the children of men to see if there are any who understand, who seek him. വായിച്ചേ. സങ്കീർത്തനം 14:2. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായും. അപ്പൊ ഇവിടെ ഒരു കീ ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുക? ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. Are you with me? That is, it says to see if there are any who understand, who seek him. അപ്പൊ അവനെ അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അവൻ്റെ വചനങ്ങൾ ശ്രവിക്കുവാൻ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അവനെ എങ്ങനെയാണ് അന്വേഷിക്കുന്നത്? അവനെ അന്വേഷിക്കുന്നത് നമ്മൾ ഒരു കാഷ്വലായിട്ട്, നമ്മളിപ്പോൾ ഒരു വലിയൊരു സദസ്സിൻ്റെ അവിടെ പോയിട്ട് നമ്മളിങ്ങനെ വെറുതെ നോക്കുക, നമ്മൾ 1000 പേരെ കണ്ടു എന്ന് പറയാം അല്ലേ? പക്ഷെ അവനെ അന്വേഷിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ അവനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ഹെബ്രായർക്കുള്ള ലേഖനം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ലുക്കിംഗ് അൺ ടു ജീസസ്, ദി ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത്. അങ്ങനെ യേശു ക്രിസ്തുവിൽ മാത്രം എൻ്റെ വിശ്വാസത്തിൻ്റെ നാഥനും അത് പൂർണ്ണതയിലേക്കും വരുന്ന ആ യേശു ക്രിസ്തുവിനെ മാത്രം ഞാൻ മുന്നിൽ കണ്ടിട്ട് വേണം ഞാൻ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ വേണ്ടി. അല്ലെങ്കിൽ ഹെബ്രായർക്കുള്ള ലേഖനം 11-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ: Without faith it is impossible to please God, and those who come to him must believe that he is, and that he is a God who rewards those who diligently seek him. Diligently seek him. അപ്പോൾ നമ്മളുടെ അന്വേഷണം എന്ന് പറയുന്നത് ഒരു കാഷ്വലായിട്ട് ഉള്ളൊരു അന്വേഷണമല്ല. വെറുതെ ഞാൻ നോക്കിയപ്പോൾ കണ്ടു, പല വ്യക്തികളെ കണ്ടതിൻ്റെ കൂടെ ഞാൻ യേശുവിനെയും കണ്ടു. ഇന്ന് പല വിശ്വാസികൾക്കും അതുപോലെ തന്നെയാണ്. അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ യേശു ഒരു പുണ്യാളനെ പോലെയാണ് കരുതുന്നത് അല്ലേ? യേശു മറ്റു വ്യക്തികളിൽ മറ്റു നല്ല വ്യക്തികളുടെ കൂടെ ഇച്ചിരയും കൂടെ ശ്രേഷ്ഠമായ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ജനക്കൂട്ടത്തെ നോക്കുന്നതിൻ്റെ കൂടെ അല്ല യേശു ക്രിസ്തുവിനെ നോക്കേണ്ടത്. അതിനുപരി നമ്മളുടെ നോട്ടം മുഴുവൻ യേശു ക്രിസ്തുവിൽ മാത്രമായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി എ ഗോഡ് സെൻറ്റേർഡ്, എക്സ്ക്ലൂസീവ് സീക്കിംഗ് ഓഫ് ജീസസ്. ആർ യു വിത്ത് മീ? അപ്പോൾ അങ്ങനെ യേശു ക്രിസ്തുവിനെ നമ്മൾ തേടുമ്പോഴാണ് ആ ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രവിക്കുവാൻ പറ്റുക. അല്ലാതെ നമ്മൾ യേശു ക്രിസ്തുവിനെ കാഷ്വലായിട്ട്, മലയാളത്തിൽ എന്താ കാഷ്വൽ എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. കാഷ്വൽ എന്ന് പറഞ്ഞാൽ വെറുതെ
സാധാരണ എല്ലാവരും നോക്കുന്നത് പോലെ യേശുവിനെ കൂടെ നോക്കിയാൽ ഒന്നും കിട്ടുകയില്ല. കാരണം നമ്മൾ യേശു ക്രിസ്തുവിനെ നോക്കേണ്ടത് എങ്ങനെയാണ്? യു ഹാവ് ടു ഡിലിജൻ്റ്ലി സീക്ക് ഹിം. വേറെ എല്ലാം മാറ്റി വെച്ചിട്ട് അവൻ മാത്രമാണെന്നുള്ളത്. നമുക്കറിയാം, ഒരു ഉമയുണ്ടല്ലോ, ഒരു നല്ല വലിയ വിലപിടിപ്പുള്ള ഒരു പേൾ, ഒരു നിധി കണ്ടു. അവനുള്ളതെല്ലാം വിറ്റിട്ട് ആ നിധി സ്വന്തമാക്കി. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ക്രിസ്തു ജീവിതത്തിൽ. യേശു ക്രിസ്തുവിനെ മാത്രം ഞാൻ മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുവാൻ പറ്റുക. ശ്രവിക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കും. റോമർക്ക് ലേഖനം 3-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം പിന്നെ പറയുന്നുണ്ട്, there is none who understand, there is none who seeks after God. So വായിക്കാം, റോമൻസ് 3:11. ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റിപ്പോയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് സങ്കീർത്തനം 119-ാമത്തെ അധ്യായം 105-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്, നിന്റെ വചനങ്ങൾ എൻ്റെ പാദത്തിന് ഒരു വിളക്കും പാതയ്ക്ക് ഒരു വെളിച്ചവുമാണെന്നാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ നടപ്പ് മുഴുവൻ ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോൾ അങ്ങനെ ദൈവത്തെ നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു നാശമാണ്. കാരണം ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ജീവൻ തരുന്നത്. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിലേക്ക് വരുവാൻ പറ്റുകയില്ല. അപ്പോൾ ജീവന്റെ ഉറവിടം ആരാണ്? യേശു ക്രിസ്തു. യേശു ക്രിസ്തു ദൈവവചനമാണെന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവൻ്റെ നാമം ദൈവവചനമാണ്. അപ്പോൾ അങ്ങനെ ആ ദൈവവചനമാകുന്ന ജീവനെ എനിക്ക് ഉൾക്കൊള്ളുവാനും എനിക്ക് സ്വന്തമാക്കുവാനും പറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മരണമാണ്. മരണം എന്ന് പറഞ്ഞാൽ നാശമാണ്. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചക പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? എൻ്റെ ജനം നശിച്ചു പോവുകയാണ്. എന്തുകൊണ്ട്? അജ്ഞത മൂലം എൻ്റെ ജനം നശിച്ചു പോവുകയാണെന്ന്. ഹോസിയ പ്രവാചക പുസ്തകം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അന്ന് നമ്മളിൽ സംഭവിക്കുന്നത് ഇസ് എ സിസ്റ്റമാറ്റിക് ഡെത്ത്. ഒരു മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്ത വിധത്തിൽ ഫലശൂന്യമായി വരികയാണ്. ഫലശൂന്യമാകുന്നതിനെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. എന്താണ്? അത് വെട്ടി മാറ്റപ്പെട്ട് തീയിലേക്ക് എറിയപ്പെടും. സോ വി നീഡ് ടു പ്രൊഡ്യൂസ് ഫ്രൂട്ട് ഫോർ ദ ഗ്ലോറി ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. പിന്നെ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 45-ാമത്തെ വചനം. പാസ്റ്റർ രാജേഷ് കഴിഞ്ഞ ആഴ്ചയിൽ സഭയിൽ വളരെ വളരെ ആഴമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ബട്ട് എനിക്ക് നിങ്ങൾ ജസ്റ്റ് ടു ഡ്രോ യുവർ അറ്റൻഷൻ ടു ദ സെയിം തിങ് ഇസ് ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 45-ാമത്തെ വചനം പറയുന്നുണ്ട്, ഹി ദെൻ ഓപ്പൺ ദ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദേ മൈറ്റ് comprehend the word എന്നാണ് പറയുന്നത്. He opened the understanding. അവരുടെ മനസ്സുകൾ തുറന്നു. എന്തിനാ? ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കത്തക്ക വിധം. വായിച്ചു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സത്യം ഇതാണ്, ദൈവം നമ്മളുടെ മനസ്സുകൾ തുറക്കാതെ നമ്മൾക്ക് വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഈ മനസ്സുകൾ തുറക്കുക എന്ന് പറയുന്നത് ദൈവം നമ്മളെ പഠിപ്പിക്കണം. ദൈവമായിരിക്കണം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 45-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എവ്രി വൺ ഷാൽ ബി ടോട്ട് ബൈ ഗോഡ്. എല്ലാവരും ദൈവാത്മാവിനാൽ പഠിപ്പിക്കപ്പെടുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ എന്ന് നമ്മളെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുവോ അത് ദൈവത്തിൽ നിന്നുള്ളതായിരിക്കുകയില്ല. അത് മനുഷ്യൻ്റെ സ്വാർത്ഥത. അവൻ്റെ ചില കാര്യങ്ങൾ നേടുവാനായിട്ട് വചനം വളച്ചൊടിച്ച് പഠിപ്പിക്കും. പക്ഷേ ദൈവം പഠിപ്പിക്കുമ്പോൾ അത് യഥാർത്ഥത്തിലുള്ള ജീവനായിരിക്കും നമ്മൾക്ക് പകർന്നു തരുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ജീവൻ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ ജ്ഞാനത്തിൻ്റെ ഉറവിടം യേശു ക്രിസ്തു തന്നെയാണ്. 2-3 വചനങ്ങൾ പുറകോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് ലൂക്ക 24:45 വേറൊരു ആശയം അവിടെ പറയുന്നുണ്ട്. നമുക്ക് 30-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ വായിക്കാവുന്നത് ലൂക്ക 24:30. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? അവൻ അപ്പമെടുത്തു മുറിച്ചു.
അത് നമ്മൾ സാധാരണ ആ ശുശ്രൂഷയെ എന്താ വിളിക്കുന്നത്? അപ്പം മുറിക്കൽ ശുശ്രൂഷ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അത് കമ്മ്യൂണിയൻ. മലയാളത്തിൽ വേറെ ശരിയായൊരു ഇത് ബാഹഭാഗിത്യം. ദാറ്റ് ഈസ് യു ആർ കമ്മിങ് ഇൻ ടു യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. യേശുവിനോട് കൂടെ ഒന്നാകുകയാണ്. യേശുവിനോട് കൂടെ നമ്മൾ എപ്പോൾ ഒന്നാകുന്നുവോ നമ്മൾക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ കണ്ണുകൾ തുറക്കും. Are you with me? നമ്മൾ എന്ന് യേശുവിനോട് ഒന്നാകുന്നുവോ, യേശുവിനോട് നമ്മൾ ലയിച്ച് ചേരുന്നുവോ, അപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കുകയും, ആത്മീയ കണ്ണുകൾ കേട്ടോ, ആത്മീയ കണ്ണുകൾ തുറക്കുകയും അവനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവനെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ വചനങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. Are you with me? കാരണം അവൻ്റെ പേര് ദൈവവചനം എന്നാണ്. അപ്പോൾ അവനോട് കൂടെ ഒന്നാകുമ്പോഴാണ് നമ്മൾക്ക് അവനെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കുവാൻ പറ്റുക. അങ്ങനെ ഗ്രഹിച്ചു കഴിയുമ്പോൾ 32-ാമത്തെ വചനം പറയുന്നുണ്ട്, ഞങ്ങളുടെ ഹൃദയങ്ങൾ ജ്വലിച്ചില്ലേ എന്ന് പറയുന്നത്. ഡിഡ് നോട്ട് our hearts burn when he talked to us about the scriptures? ഒന്ന് വായിച്ചേ. വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്നാ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും there is a fire in his heart. Are you with me? There is a fire. He cannot keep it ഇങ്ങനെ അത് ഒളിച്ചു വയ്ക്കാൻ പറ്റുകയില്ല. Because he is burning with zeal for Jesus. അതെപ്പോഴാണ്? യേശുവുമായിട്ട് ഒന്നായി അവനെ അറിയുമ്പോൾ, അവൻ്റെ വചനങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുമ്പോൾ. Then nobody can stop you. You are on fire for Jesus. How many of you want to be on fire for Jesus? Hallelujah, hallelujah. അപ്പോൾ അതിന് ചെയ്യേണ്ടതാണ് അവൻ്റെ വചനങ്ങൾ മനസ്സിലാക്കണം. വചനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അവനെ തേടണം. അവനെ തേടുമ്പോൾ അവനെ മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. പിന്നെ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം അവിടെയും പറയുന്നുണ്ട്. But let him who glory in this, that he understands and knows me. നമുക്ക് പ്രശംസിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസിക്ക് പ്രശംസിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അവൻ്റെ ധനമല്ല, അവൻ്റെ കഴിവുകളല്ല, അവൻ്റെ സ്വാധീനമല്ല, ആ സമൂഹത്തിലുള്ള അവൻ്റെ പേരല്ല. അതിനുപരി അവൻ്റെ മഹത്വം ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളിച്ചെയ്തു. ഹല്ലേലൂയ. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശംസ. That I know God. എനിക്ക് ആ ദൈവത്തെ, ഈ സർവശക്തനായ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ആ ദൈവവുമായിട്ട് എനിക്കൊരു വ്യക്തിപരമായ സ്നേഹബന്ധമുണ്ട്. That is the greatest glory that you can have. That is the greatest treasure that you can have. Hallelujah. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ അന്വേഷിച്ച്, അതാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. പല വ്യക്തികൾ അവരുടെ ജീവിതകാലം മുഴുവൻ താൽക്കാലികമായ നശിക്കുന്നു പോകുന്ന ചില സാധനങ്ങൾക്ക് വേണ്ടിയാണ് തേടുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനുപരി നമ്മൾ തേടേണ്ടത് ശാശ്വതമായ ആ ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ സ്നേഹബന്ധം. ദാറ്റ് ഈസ് വാട്ട് യു ഷുഡ് ബി സീക്കിംഗ്. അത് നമ്മൾക്ക് സ്വന്തമാക്കാൻ പറ്റിയാൽ നിങ്ങൾ സ്വന്തമാക്കുന്നത് യഥാർത്ഥത്തിൽ നിത്യജീവൻ തന്നെ. കാരണം യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നത്, നിത്യജീവൻ എന്നത് ഏകസത്യ ദൈവത്തെയും അവനയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക. സോ ഐ അണ്ടർസ്റ്റാൻഡ് ഹു ഈസ്. ആൻഡ് വെൻ ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്കത് ഗ്രഹിക്കാൻ പറ്റുമ്പോൾ ഞാൻ നിത്യജീവനിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത്. അവസാനമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 43 ഇങ്ങനെ പറയുന്നത്, വൈ ഡു യു നോട്ട് അണ്ടർസ്റ്റാൻഡ് മൈ സ്പീച്ച്? ബിക്കോസ് യു ആർ നോട്ട് ഏബിൾ ടു ലിസൺ ടു മൈ വേർഡ്. ഇതൊക്കെ ദൈവത്തിൻ്റെ സത്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളാണ് ദൈവം ഇവിടെ എടുത്തെടുത്ത് പറയുന്നത് വചനത്തിലൂടെ. വായിക്കാമോ? ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നില്ല? കാരണം എന്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. എന്റെ വചനം ശ്രവിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട്. ശ്രവിക്കുക എന്ന് പറയുന്നത് വെറുതെ ഈ ചെവി കൊണ്ട് കേൾക്കുന്നതല്ല. നമ്മൾ ശാസിക്കുന്നത്, പിള്ളേരെ ശാസിക്കുന്നത് എങ്ങനെയാണ്? എടാ നീ കേട്ടില്ലേ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്, അല്ലേ? നമ്മൾ പറയുകയാണ്, നമ്മുടെ മകനോ മകളോട് പറയുകയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാനായിട്ട്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? എടാ മോനെ, നീ ഞാൻ പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? അവന് ചെവി കേൾക്കുക അല്ലെന്നാ പറഞ്ഞ, ചെവി കേൾക്കുന്നില്ലേ എന്നല്ല ചോദിച്ചത്. നീ പറഞ്ഞത് കേട്ടിട്ട് എന്താണ് അനുസരിക്കാത്തതെന്നാ. അതുകൊണ്ടാണ് ഇവിടെയും പറയുന്നത്. ഒന്നും കൂടെ വായിച്ച്.
യോഹന്നാന്റെ സുവിശേഷം, ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എന്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ. നിങ്ങൾ എന്റെ വചനം അനുസരിക്കാത്തത് കൊണ്ട് തന്നെ. നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കാത്തത് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്നും ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ പോവുകയാണ്, എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാനത് അനുസരിക്കാൻ പോവുകയാണ് എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, അപ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഗോഡ് ആൻഡ് ദെൻ യു വിൽ നോ യു വിൽ ബി അണ്ടർ ദ പ്രൊവിഷൻ ആൻഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്. രണ്ടാമത്തെ തരത്തിലുള്ള ഒരു സ്ഥലം നമുക്ക് മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 5-6 വചനങ്ങൾ വായിക്കാം. അപ്പോൾ നമ്മൾ വഴിയരികിൽ നിന്ന് വേറെ ഒരു തരം ആൾക്കാരെ നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 5-6 വചനങ്ങൾ. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ യേശുക്രിസ്തു പിന്നെ പറയുകയാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്ന്. 20-21 വചനം. വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണുപോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. അപ്പോൾ ഈ പാറമേൽ വീണ വിത്തിൻ്റെ അങ്ങനത്തെ വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ദർ ഇസ് നോ ഡെപ്ത്. അവർക്ക് വലിയ ആഗ്രഹമുണ്ട്, ദൈവത്തെ സേവിക്കണമെന്നും ദൈവത്തിൻ്റെ വചനം അനുസരിക്കണമെന്നൊക്കെ വളരെ ആഗ്രഹമുണ്ട്. അതിൻ്റെ ആഗ്രഹമുണ്ട് എന്നുള്ളതിൻ്റെ ഉറപ്പ് തന്നെ യേശു തന്നെ പറയുകയാണ്. വായിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്? But he who received the seed on stony places, this is he who hears the word and immediately receives it with joy. സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. അത് ഒരു വലിയ ഭാരമായിട്ടല്ല സ്വീകരിച്ചത്. പക്ഷേ ആ വിത്തിന് ഫലം പുറപ്പെടുവിക്കത്തക്ക വിധം ആഴമുള്ള മണ്ണില്ലായിരുന്നു. താൽക്കാലികമായി വചനങ്ങൾ ഏറ്റെടുക്കുകയും പക്ഷേ ആ വചനത്തിൻ്റെ കാരണത്താൽ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വചനം മാറ്റിവെച്ചിട്ട് യേശുവിനെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകുന്ന, ഫലം പുറപ്പെടുവിക്കാത്ത ഒരു കൂട്ടരെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പല വേദികളിലും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് തീക്ഷ്ണതയോടെ ജനങ്ങൾ തിങ്ങിക്കൂടി വരും. പക്ഷേ അവർക്ക് താൽക്കാലികമായ ഒരു സന്തോഷമേ ഉള്ളൂ. ആ വചനം അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന പീഡനങ്ങളും ക്ലേശങ്ങളും അവരനുഭവിക്കുമ്പോൾ ആ സന്തോഷമൊക്കെ വാടിപ്പോവുകയും ആ ക്ലേശവും പീഡനവും അവരെ മിഴുങ്ങുകയും ചെയ്ത് ആ വചനം പിന്നെ ഫലം പുറപ്പെടുവിക്കുന്നില്ല. ഐ വിത്ത് മീ? അപ്പോൾ അവരുടെ ഇൻറ്റൻഷനൊക്കെ നല്ലതാണ്, പക്ഷേ ദേ ആർ നോട്ട് പ്രിപ്പയർഡ് ടു പേ ദ പ്രൈസ്. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൻ്റെ വില കൊടുക്കുവാൻ തയ്യാറല്ല. നമുക്ക് വചനത്തിലൂടെ നോക്കാം. കാരണം ഇത് വരുന്നത് ഹൃദയ കാഠിന്യം കൊണ്ടാണ്. അവർ ഈ വചനത്തിൽ നിന്ന് എനിക്ക് ജീവൻ കിട്ടുമെന്നും ആ ജീവന് വേണ്ടി ഞാൻ എന്തും കൊടുക്കുവാൻ തയ്യാറാണ് എന്നുള്ള തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതേസമയത്ത് അവർക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷേ ആ ആഗ്രഹം നിറവേറുവാൻ, അത് ഫുൾഫിൽ ചെയ്യാനുള്ള വില കൊടുക്കുവാൻ അവർക്ക് തയ്യാറല്ല. റോമാർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം 35-ാമത്തെ വചനം പറയുന്നുണ്ട്, അങ്ങനെയുള്ളവരായിരിക്കരുത്. അതിനുപരി വായിച്ച്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഇങ്ങനെ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുത്ത വ്യക്തികൾ നേരിടേണ്ട കാര്യങ്ങൾ ഇതൊക്കെയായിരിക്കും. പക്ഷേ യേശു ക്രിസ്തു ആരാണെന്നും ആ യേശു ക്രിസ്തു വഴി എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ എന്ത് പീഡനവും എന്ത് എൻ്റെ എതിരെ വന്നാലും ഞാൻ ആ യേശുവിനെ തന്നെ മുറുകെ പിടിക്കും. ആ സ്നേഹത്തെ തന്നെ ഞാൻ ആശ്രയിച്ച് മുറുകെ പിടിക്കും. ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇത് ഒന്ന് വന്നാലും പിന്നെ ബാക്കി 36, 37, 38 അതൊന്ന് വായിച്ചു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇതാണ്. ഇവിടെ പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഇതൊന്നും എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുവാനോ മാറ്റി നിർത്തുവാനോ പറ്റുകയില്ല. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഇതെന്തെങ്കിലും, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യം യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല. ഐ എം നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡെപ്ത് ഓഫ് ദ ലവ് ഓഫ് ഗോഡ്. അപ്പോൾ ഈ എന്നാ പറയുന്നത്, പാറപ്പുറത്ത് വീണ ഒരു വ്യക്തിയുടെ ആ സന്തോഷം ആദ്യം ഉണ്ടെങ്കിൽ പോലും ആ യേശുവിനെ അനുഗമിച്ച് ആ പീഡനങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ മുറുകെ പിടിച്ച് നിലനിൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയൊരു വ്യക്തിയാണെങ്കിൽ ആ വചനത്തിൽ പറയുന്നത് പോലെ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വെള്ളപ്പൊക്കവും എല്ലാം എന്തുമായിക്കോട്ടെ, എന്തു വന്നാലും ഒന്നിനും എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ പറ്റുകയില്ല. പിന്നെ റോമർക്കുള്ള ലേഖനം 12-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, റിജോയ്സിങ് ഇൻ ഹോപ്പ്, പേഷ്യന്റ് ഇൻ ട്രിബുലേഷൻ ആൻഡ് കണ്ടിന്യൂയിങ് സ്റ്റെഡ്ഫാസ്റ്റ്ലി ഇൻ പ്രേയർ. വായിക്കോ? പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. അപ്പോൾ ഇവിടെ ദൈവം വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് ഒരു മോചനം കിട്ടി, എനിക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന്, നമ്മൾക്ക് പ്രത്യാശ ഉണ്ടായിരിക്കണം. പ്രത്യാശ ഉണ്ടെങ്കിൽ നമ്മൾ മുറുകെ പിടിച്ചു നിൽക്കും. പിന്നെയും പേഷ്യൻ്റ് ആയിരിക്കണം. മസ്റ്റ് ബി ക്ഷമയുണ്ടായിരിക്കണം, സഹനശീലം. പിന്നെ യു മസ്റ്റ് ബി സ്റ്റെഡ് ഫാസ്റ്റ്, ദാറ്റ് ഈസ് ഹോൾഡിങ് ഫാസ്റ്റ്. നമ്മൾ എന്ത് സംഭവിച്ചാലും മുറുകെ പിടിച്ചു നിൽക്കുന്ന ആ മനോഭാവം ഉണ്ടായിരിക്കണം. പിന്നെയും ദൈവത്തിൻ്റെ വചനം, റോമാർക്കുള്ള ലേഖനം നമ്മൾ പല പ്രാവശ്യം കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു വചനമാണ് റോമൻസ് 5-ാമത്തെ അധ്യായം 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. ഇത് തന്നെ പിന്നെയും പറയുകയാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട്, പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലൻ വഴി നമ്മളോട് പറയുന്നതാണ്, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു നല്ല സുഖം, ഒരു പ്രശ്നവുമില്ലാത്ത നോ പ്രോബ്ലം ജീവിതമല്ല. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് യേശുവിനെ അനുഗമിക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പക്ഷെ അതിലൊന്നും നമ്മൾ വീണ് പോകരുത്. കാരണം അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷനായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം.